ദൈവാനുഭവം പങ്കുവെക്കാൻ പറഞ്ഞപ്പോൾ 10 പേര് എഴുന്നേറ്റ് വന്നു. 10ാമനായി ഈ മനുഷ്യൻ എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ചേച്ചിയെ തോണ്ടിയിട്ട് ചോദിച്ചു, ചങ്ങാതി ഇത് എവിടെ പോവുക, എനിക്കറിഞ്ഞുകൂടാ. 9 പേര് തങ്ങളുടെ ദൈവാനുഭവം പങ്കുവെച്ചിട്ട് ഈ പള്ളിയുടെ പകുതി വരെയുള്ള ആള് കഴിഞ്ഞ നിമിഷം വരെ ഇത്ര അടുത്ത് എന്ന് പറഞ്ഞാൽ പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ശബ്ദമടഞ്ഞുപോയ മനുഷ്യനാണെന്ന് ഓർക്കണം കേട്ടോ. അയാൾ ആദ്യം ചെയ്ത പ്രവൃത്തി അൾത്താരയിലേക്ക് കയറി മൈക്ക് ഓഫ്, എന്നിട്ട് സ്വരമുയർത്തി കരമുയർത്തി പിടിച്ചിട്ട് ആ മനുഷ്യൻ ഘനഗാംഭീര്യമുള്ള പൗരുഷ ശബ്ദത്തിൽ പറഞ്ഞു, ദൈവമേ അങ്ങേക്ക് മഹത്വം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും നേരം ശബ്ദമില്ലാത്ത മനുഷ്യൻ രണ്ടാമതൊരു കാര്യം പറഞ്ഞു. റോമ 10:13 ഈശോയുടെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാനും കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷെ ആദ്യം ശബ്ദമില്ലായിരുന്നു, പിന്നീട് എൻ്റെ തൊണ്ടയിലേക്ക് ദൈവം ശബ്ദം തിരികെ നൽകി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ മനുഷ്യൻ സുഖപ്പെട്ടു എന്ന് ഓങ്കോളജിസ്റ്റ് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കേഷൻ കണ്ടു. ഇതൊന്നും അല്ല പ്രിയപ്പെട്ട ഒരു അത്ഭുതം. യുക്തി കൊണ്ട് ദൈവത്തെ കാണാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഈ വൈദികൻ ഹൃദയം കൊണ്ട് ദൈവത്തെ കാണാൻ തുടങ്ങി. വിശ്വാസത്തിൻ്റെ തലത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഇന്ന് എൻ്റെ സുഹൃത്തുക്കളായ അച്ഛന്മാർ എന്നെക്കുറിച്ച് പറയണ കമൻ്റ് എന്താണെന്നറിയാവോ? നമ്മുടെ ജോസല്ലേ അവന് പ്രാന്താണ് എന്നെക്കുറിച്ച് പറയണതാണ് കേട്ടോ. കാരണം എന്താണെന്നറിയാവോ? മൈക്ക് കിട്ടിയ കൊരവെള്ളി പൊട്ടുന്നത് പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പ്രഭാഷകൻ 51:22 കർത്താവ് എനിക്കൊരു നാവ് നൽകിയിട്ടുണ്ട്, അതുപയോഗിച്ച് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. എൻ്റെ ജീവൻ പോയാലും സ്തുതിക്കില്ല എന്ന് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വായ തുറന്നിട്ടില്ല, അവിടെ തന്നെ നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു ചിന്ത വന്നത്. 8 വർഷമായിട്ട് ക്യാൻസർ ബാധിച്ച ഒരുത്തൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇവൻ എഴുന്നേറ്റ ഞാൻ എന്തായാലും റെഡി. അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഞാനത് ചിന്തിച്ച് തീർന്നതും യെശയ്യാ 64:1 അച്ഛൻ വായിച്ച് പറഞ്ഞത്. അതെന്താണെന്നറിയാവോ? അതിങ്ങനെയാണ്, കർത്താവേ അങ്ങ് ആകാശം പിളർന്ന് ഭൂമിയിലേക്ക് അനുഗ്രഹം ഒഴുക്കണേ. അപ്പം ഞാൻ ചിന്തിച്ചു, ഇപ്പം ധ്യാന കേന്ദ്രത്തിൻ്റെ ആസ്പെറ്റോസ് ഷീറ്റ് പൊട്ടും, അനുഗ്രഹം വന്ന് ഈ ചേട്ടൻ്റെ തലയിൽ വീഴും, ചേട്ടൻ ചാടി എഴുന്നേറ്റ് കർത്താവിനെ സുഖപ്പെടുത്തി എന്ന് പറയും. ഇതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന സൗഖ്യം. ഞാൻ ഈ ചേട്ടനെ കുറേ നേരം നോക്കിയിരുന്നു, അനക്കൊന്നും കാണുന്നില്ല. അവസാനം നോക്കിയിരുന്ന് സൈഡിലിരുന്നിരുന്നത് കൊണ്ട് കഴുത്ത് കഴിച്ചിട്ട് ഈ കസേരയുടെ കൈപ്പിടിയിൽ താടിക്ക് കൈയും കൊടുത്ത് ഞാൻ എപ്പോഴാണ് ഇയാൾ എണീക്കണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. കുറേ നേരം എൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ചേച്ചി റൈറ്റിംഗ് പാഡിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം ചീന്തി എടുത്ത് ഒരു കുറിപ്പ് എഴുതി എനിക്ക് തന്നു. നഷ്ടപ്പെട്ടു പോയ കുറിപ്പ് എൻ്റെ ഈ പുസ്തകത്തിൽ ഇരുന്നതാണ്. കുറിപ്പിൽ ദൈവവചനമൊന്നുമല്ല, അവിടെ എഴുതിയിരുന്നത് എങ്ങനെയാണ്: വായി നോക്കിയിരിക്കാതെ പ്രാർത്ഥിക്കേണ്ട പൊന്നച്ചോ എന്ന്. അവർക്ക് തോന്നിയിട്ടുണ്ട് ഈ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ച് വീഴുമെന്ന്. പിന്നെ ചേച്ചിനെ പേടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാവോ? അച്ഛനായ ഞാനൊഴിച്ച് 49 പേരും അലറി വിളിച്ച് ഈശോയെ 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 എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ കസേരയിൽ ഇരുന്നിട്ട് ഒരു തീരുമാനമെടുത്തു. ഇങ്ങനൊരു തീരുമാനം: തിരിച്ചു ചെല്ലുമ്പോൾ ഒരു ലേഖനം എഴുതും, വഴിതെറ്റുന്ന കത്തോലിക്ക പ്രാർത്ഥനകൾ. ഇതായിരുന്നു എൻ്റെ ചിന്ത. അവിടെ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഒരുപാട് മേന്മയും മെച്ചമൊക്കെ പറയാനുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു ശൂന്യത ഉണ്ടായിരുന്നു. ഞാനൊരു നിരീശ്വരവാദിയൊന്നുമല്ല കേട്ടോ. നിരീശ്വരവാദി എന്നല്ല, യുക്തി കൊണ്ട് ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തി പരാജയപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. ദൈവം ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പൗരോഹിത്യത്തെ അത്രമാത്രം സ്നേഹിച്ച് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി തന്നെ വന്ന ഒരു വ്യക്തിയാണ്. ദൈവവിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയല്ല, യുക്തി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി. പക്ഷേ അത് അപകടകരമാണ് എന്ന് തിരിച്ചറിയുക. ഒരു ക്രിസ്ത്യാനിക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായൊരു സ്വഭാവമുണ്ട്. എപ്പോഴും അവനും അവൾക്കും ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവം. ആ സ്വഭാവത്തിൻ്റെ രീതിയാണ് സന്തോഷത്തിൻ്റെ അനുഭവം. ബൈബിളിൽ ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാം തിരുവചനം ബൈബിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വചനം കാണാൻ പറ്റും, വായിക്കാൻ പറ്റും, ഹൃദ്യസ്ഥമാക്കാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാം തിരുവചനം. വചനത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? സന്തോഷിക്കുക, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷിക്കുക. എന്താ വചനം പറയണത്?
അച്ഛന് ചെവിക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്, അതുകൊണ്ട് സ്വരത്തിൽ പറയണേ, എന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. വീട്ടിൽ തല്ല് വീഴുന്ന ആ ഫ്രീക്വൻസിയിൽ പറഞ്ഞാൽ മതി. ഒന്ന് സ്വരത്തിൽ പറഞ്ഞ് എന്താണ് വചനം പറയണത്? ഇത്രയും താഴ്ത്തിയാണോ വീട്ടിൽ തല്ല് വീഴുന്നത്? നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നു. അല്പം കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞ് എന്താ വചനം പറയണത്? സന്തോഷിക്കുക, വീണ്ടും ഞാൻ പറയുന്നു സന്തോഷിക്കുക. ഇപ്പൊ പ്രിയപ്പെട്ടവർ, ഈ സന്തോഷിക്കുക എന്ന് പറയുന്ന വാക്ക് 4 തവണ മാത്രമേ അവിടെ ആവർത്തിച്ചിട്ടുള്ളൂ. നിങ്ങളൊരു കാര്യം ഓർക്കുക, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയ്ക്ക് ആ ലേഖനം എഴുതുന്നത് വളരെ സുഖകരമായ ഒരു സാഹചര്യത്തിൽ ഇരുന്നിട്ടല്ല. തടവറയുടെ ബന്ധനത്തിലായിരിക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ഈ കത്ത് എഴുതുന്നത്. അപ്പോൾ തടവറയുടെ അകത്ത് കിടക്കുന്ന സമയത്ത് ഫിലിപ്പിയ സഭയിലുള്ള അംഗങ്ങൾ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഉടൻ തന്നെ മറുപടി വന്നു. മറുപടി ഇപ്രകാരമായിരുന്നു, അത് നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾ വീട്ടിലെ ബൈബിളിൽ, ഇവിടുത്തെ ബൈബിളിൽ വരയിടേണ്ട, വീട്ടിലെ ബൈബിളിൽ ഒരു പെൻസിൽ എടുത്തൊരു വരയിടണം. ഏതാണ് വരയിടേണ്ട വാക്ക് എന്നറിയാവോ? സന്തോഷിക്കുക എന്ന് പറയുന്ന വാക്കാണ്. 1, 2, 3, 4 തവണയല്ല, ഏകദേശം 14 തവണ ഈ വചനം ആവർത്തിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ, തൻ്റെ ഈ തടവറയുടെ ബന്ധനത്തിലായിരുന്ന അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ശാരീരിക പീഡനങ്ങൾ അദ്ദേഹം അനുഭവിച്ചത് ഈ ഒരു അവസ്ഥയിലായിരുന്നു. ജീവൻ പോലും ഭീഷണിയിലായിരുന്നു. പുറത്തേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയം ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് മറ്റേത് വ്യക്തികൾക്കും ഉണ്ടാകാവുന്ന നിരാശയും അസ്വസ്ഥതയും ആകുലതയും, ഇതൊന്നും പ്രകടിപ്പിക്കാതെ വിശുദ്ധ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം ഇതാണ്, നിങ്ങൾ സന്തോഷിക്കുക. വീണ്ടും വീണ്ടും ഞാൻ പറയുന്ന സന്തോഷിക്കുക. ഏത് സാഹചര്യത്തിലും സന്തോഷിക്കാനായിട്ട് സാധിക്കണം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അഭിഷേകവും ഇത് തന്നെയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്തുകൊണ്ടാണ് സന്തോഷിക്കേണ്ടത്? അതിനുള്ള കാരണവും ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരും. ഏതാണ് ആ വചനഭാഗം എന്നറിയാവോ? 119 സങ്കീർത്തനം, അതിൻ്റെ 130 തിരുവചനം. പെട്ടെന്നെടുത്ത പെട്ടെന്ന് വായിക്കാം, നമുക്കത് ഹൃദ്യസ്ഥമാക്കാൻ പറ്റും. സങ്കീർത്തനം 119 130, സങ്കീർത്തനത്തിൻ്റെ പുസ്തകം, അതിൻ്റെ 119 അധ്യായത്തിൻ്റെ 130 തിരുവചനം. വചനത്തിൽ പ്രിയപ്പെട്ടവരെ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക. ആർക്കെങ്കിലും കിട്ടിയോ? പേജ് നമ്പർ പറഞ്ഞു തന്നോ? വചനത്തിൻ്റെ ചുരുളഴിഞ്ഞപ്പോൾ അവിടെയെല്ലാം പ്രകാശം പരന്നു. എളിമയുള്ള ഹൃദയങ്ങൾക്കത് ജ്ഞാനം, അറിവ്, അനുഗ്രഹം പകർന്നു കൊടുക്കാനായിട്ട് ഇടയായി. വചനത്തിൻ്റെ ചുരുളഴിഞ്ഞപ്പോൾ, പണ്ട് കാലത്ത് നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള ബുക്ക് ഫോമിലായിരുന്നില്ല ദൈവവചനം. അത് ചുരുളുകളിൽ, സ്ക്രോളുകളിലാണ് രേഖപ്പെടുത്തിയിരുന്നത്. പൊതുവായിട്ട് അത് വായിക്കുന്ന പതിവുണ്ടായിരുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇതുപോലെ സുലഭമായിരുന്നില്ല. വളരെ റെയറായിട്ട് മാത്രമേ വചനം എഴുതിയ ഈ സ്ക്രോളുകൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് ചേരുന്ന സമയത്ത് അവർ ചുരുളുകൾ തുറക്കും. എന്നിട്ട് പ്രസംഗിക്കുന്നവൻ, പ്രബോധനം കൊടുക്കുന്നവൻ അത് ഉയർന്ന സ്വരത്തിൽ വായിക്കുമായിരുന്നു. ഈ ഒരു ആശയം കടമെടുത്തുകൊണ്ട് സങ്കീർത്തകൻ പറയുന്നു, വചനത്തിൻ്റെ ചുരുളഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം പ്രകാശം പരന്നു. എളിമയുള്ള ഹൃദയങ്ങൾക്ക് അത് ജ്ഞാനം, അറിവ്, അനുഗ്രഹം പകർന്നു കൊടുക്കാനിടയായി. സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ അതിന് കൊടുക്കണ വ്യാഖ്യാനം എന്താണെന്നറിയാവോ? നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ വചനം വായിക്കുമ്പോൾ, നീ ദൈവവിചാരത്തിലായിരിക്കുമ്പോൾ, നീ ദൈവത്തിൻ്റെ ആലയത്തിലായിരിക്കുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരത്തിൽ പറയാവോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളെപ്പോൾ പള്ളിയിൽ വന്നാലും, എപ്പോൾ വീട്ടിലിരുന്ന് വചനം വായിച്ചാലും, എപ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രമല്ല, അവിടുത്തെ അനുഗ്രഹവും നമ്മളോടൊത്തുണ്ടാകും. അപ്പം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, സന്തോഷിക്കണോ ദുഃഖിക്കണോ? മിണ്ടുന്നില്ല. സന്തോഷിക്കണോ ദുഃഖിക്കണോ? അത് എന്നെ കഷ്ടപ്പെട്ടാണല്ലോ പറയണത്. സന്തോഷിക്കണോ ദുഃഖിക്കണോ? സന്തോഷിക്കണം. അപ്പോൾ വലത് കരമൊന്ന് ഉയർത്തി, സ്വരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാവോ? അഭിഷേകത്തോടെ ഏറ്റു പറഞ്ഞേ, ശക്തിയോടെ ഏറ്റു പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. 3 ദിവസം. ഇത് നിങ്ങളുടെ വാർഷിക ധ്യാനമാണ്.
നൊയമ്പുകാല ഒരുക്ക ധ്യാനമാണ്. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ചൊരുങ്ങാനുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു നിമിഷമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പക്കൽ ഈ ഒരു ബോധ്യത്തോടുകൂടെ ആയിരിക്കാനായിട്ട് ഏറ്റവും പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നുണ്ട്, നമ്മൾ നെട്ടോട്ടം ഓടുന്നുണ്ട്, വിലകെട്ടതിൻ്റെ പുറകിൽ ഒരുപാട് സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരാഴ്ചയിൽ 168 മണിക്കൂറാണ് ഉള്ളത്. ഒരാഴ്ചയിൽ പ്രിയപ്പെട്ടവർ, ഈ 168 മണിക്കൂറിൽ ദൈവത്തിന് എന്തുമാത്രം സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്, ലോകത്തിന് എന്തുമാത്രം സമയം ചെലവഴിക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വൃദ്ധനായ ഒരു മനുഷ്യന് രോഗീലേപനം കൊടുക്കാനായിട്ട് പോയി. ആ കാഴ്ചയും അദ്ദേഹത്തിൻ്റെ ശബ്ദവും മനസ്സിൽ നിന്നും ചെവിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നില്ല. വളരെ ധനാഢ്യനായൊരു മനുഷ്യൻ, അറിയപ്പെടുന്ന അന്താരാഷ്ട്ര കമ്പനിയിൽ ഏകദേശം 40 വർഷത്തോളം ഇങ്ങനെ ജോലി ചെയ്ത് കോടികളുടെ ആസ്തി ഉണ്ടാക്കിയൊരു മനുഷ്യൻ. അപ്പോൾ അയാളുടെ ശിരസിലും കൈകളിലും പാദങ്ങളിലും ഒക്കെ ഇങ്ങനെ തൈലം പൂശി അദ്ദേഹത്തിൻ്റെ കുമ്പസാരം കിട്ടും. ആയാസപ്പെട്ടാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നത്. ഒരുപാട് നേരം എടുത്തു. പരിശുദ്ധ കുർബാന എല്ലാം കൊടുത്ത് തിരിച്ച് ഞാൻ പോരാനായിട്ട് ഇങ്ങനെ പോരുന്ന സമയത്ത് ഈ മനുഷ്യൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ കുറച്ച് നേരം ഇവിടെ ഇരിക്കണം. അത് എന്നെ കഷ്ടപ്പെട്ടാണ് പറയണത്. എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ 24ാമത്തെ വയസ്സിൽ ഈ കമ്പനിയിൽ ഞാൻ കയറിയതാണ്. ഫാദറിനറിയാവോ, ജോലി ചെയ്ത 40 വർഷവും എല്ലാ കൊല്ലവും 3 മാസം ഒരിക്കൽ പോലും വീഴ്ച വരുത്താതെ ഞാൻ ഹോളിഡേയ്സ് എടുക്കുമായിരുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. ഞാൻ കാണാത്ത രാജ്യങ്ങളില്ല. രാജ്യങ്ങളും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ആ മനുഷ്യൻ പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, ഇന്ന് എന്നെ വേട്ടയാടുന്ന ഒരനുഭവമുണ്ട് ഫാദറെ. ഞാൻ ചോദിച്ചു, എന്താണ്? എന്നെ വേട്ടയാടുന്ന ഒരു കാര്യം, ദൈവത്തിന് വേണ്ടി ഞാൻ സമയം കൊടുത്തിട്ടില്ലല്ലോ. കേട്ടോ, ആ മനുഷ്യൻ എന്നോടൊരു കാര്യം പറഞ്ഞു. ഒരിക്കൽ പോലും, ഇത്രയും വർഷത്തിനടുക്കൽ ഒരിക്കൽ പോലും ഒരു 5 ദിവസം എവിടെയെങ്കിലും പോയി ഒരു ധ്യാന ശുശ്രൂഷയിലോ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കാനോ ഞാൻ സമയം കണ്ടെത്തിയില്ല. അതിനെക്കുറിച്ചോർത്ത് എൻ്റെ മനസ്സ് അസ്വസ്ഥപ്പെടുകയാണ്, ഭയം എന്നെ പിടികൂടുകയാണ്. ഇത് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖം ഞാൻ കണ്ടു. ഭയത്തിൻ്റെ, ആകുലതയുടെ, അസ്വസ്ഥതയുടേതായ ഒരു അനുഭവമാണ്. ഇത്രയും കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ലോകം വെട്ടിപ്പിടിച്ചു എന്നാണ്. പക്ഷേ ഇപ്പോൾ എന്നെ വേട്ടയാടുന്നത് ഈ കാര്യമാണ്, മരണഭയം എൻ്റെ കൂടെയുണ്ട്. അയാൾ പറയണു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയണത് ദൈവത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല, ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഒന്ന് ഓർത്തു നോക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള ധ്യാന ശുശ്രൂഷകൾ തരുന്നത് ഏറ്റവും പ്രത്യേകമായി കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ വന്നിരുന്ന് അവിടത്തെ കേൾക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരവസരമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരയുയർത്തി പറയാവോ ഹല്ലേലൂയ. അഭിഷേകത്തോടേറ്റ് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്ക് കർത്താവിൻ്റെ വചനത്തിന് മുമ്പിലിരുന്ന് വ്യതിയാനങ്ങൾ വരുത്താനായിട്ട് പരിശ്രമിക്കുക. യെശയ്യായുടെ പ്രവചനം 62:6 നമ്മൾ വായിക്കുന്നില്ലേ, ആത്മാവിൽ അനുതാപവും എളിമയും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുകയും ചെയ്യുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരനുഭവം. കർത്താവിൻ്റെ പീഡാസനവും കുരിശുമരണവും ഒക്കെയാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ഈ ദിവസങ്ങളിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ ജീവിതത്തെ മലിനപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകളെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് ഇത്. ചേർന്ന് പറയാവോ ഹല്ലേലൂയ. സ്വരയുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ഈ ധ്യാനം എന്ന് പറയുന്ന വാക്കിന് കൊടുക്കുന്ന പേരാണ് റിട്രീറ്റ് എന്ന്. റിട്രീറ്റ് അത് യഥാർത്ഥത്തിൽ സൈന്യവുമായി ബന്ധപ്പെട്ട്, യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്ന ടെക്നിക്കലായിട്ടുള്ള ഒരു വാക്കായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഗോ ബാക്ക് ടു എ സേഫ് പ്ലേസ്, സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് പിൻവാങ്ങുക. അതിൻ്റെ പുറകിലൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഈ കാലാൾപ്പടയിലെ ഭടന്മാർ, പോരാളികൾ യുദ്ധമുഖത്തേക്ക് പോകും.
യുദ്ധമുഖത്തേക്ക് പോകുന്ന സമയത്ത് സൈന്യാധിപൻ അവരെ നയിക്കുമെങ്കിലും യുദ്ധമുഖത്ത് മുമ്പിൽ നിന്ന് അയാൾ പോരാടുകയില്ല. ഈ സൈന്യത്തിലുള്ള വ്യക്തികളെ എല്ലാവരെയും പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കും. അയാൾ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്ന ഒരു കാര്യം ഇതാണ്: എവിടെയെങ്കിലും പിഴവ് സംഭവിക്കുന്നുണ്ടോ, വീഴ്ച സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധയോടുകൂടെ അയാൾ വീക്ഷിക്കുക. അപ്പം യുദ്ധമുഖത്ത് ആയിരിക്കുന്ന സൈന്യത്തിൽ പിഴവ് സംഭവിച്ച് അവർ പരാജയപ്പെടാൻ പോകുന്നു എന്ന് കേൾക്കുന്ന സമയത്ത് സൈന്യാധിപൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. കൂടെ ഒരു വ്യക്തി ഉണ്ടാകും. അയാളാണ് ഇങ്ങനെ ഈ ബ്യൂഗിൾ വായിക്കും, വലിയ സ്വരത്തിൽ ബ്യൂഗിൾ വായിക്കും. ഇപ്പം യുദ്ധം ചെയ്യുന്ന ഈ പോരാളികൾ അത് ശ്രദ്ധിക്കും. അപ്പോൾ ഈ ബ്യൂഗിൾ വായിക്കുന്നവൻ വീണ്ടും ഉയർന്ന സ്വരത്തിൽ ഇങ്ങനെ വിളിക്കും: റിട്രീറ്റ്, കം ബാക്ക് ആൻഡ് ഗോ ടു എ സേഫ് പ്ലേസ്. സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് പിൻവാങ്ങുക. അത് പരാജയപ്പെട്ടിട്ട് പിൻവാങ്ങി വരുന്ന ഒരു അനുഭവമല്ല. 4 കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. യുദ്ധമുഖത്തെ പോരാട്ടത്തിൽ ആയിരിക്കുന്ന ഭടന്മാര് പരാജയം നുണഞ്ഞു തുടങ്ങുന്ന സമയത്ത് സൈന്യാധിപൻ തിരിച്ചു വിളിക്കുമ്പോൾ 4 കാര്യങ്ങളാണ് സുപ്രധാനപ്പെട്ടതായിട്ട് അവർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാവോ? അവർ തിരികെ വന്ന് സുരക്ഷിതമായൊരു സ്ഥലത്തിരുന്നിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം തങ്ങൾക്ക് പറ്റിയ പിഴവുകളെ കുറിച്ച് അവർ വിലയിരുത്തും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ഭൂമിയിൽ നമ്മളാരും സർവജ്ഞരല്ല കേട്ടോ. നമ്മളാരും സർവജ്ഞരല്ല. ഓർക്കുക, നമുക്ക് പറ്റിയ പിഴവുകളെ പറ്റി ചിന്തിക്കാനുള്ള അവസരമാണ് ഓരോ ധ്യാനാവസരവും. ഒന്ന് ചിന്തിക്കുക, ഏതെല്ലാം രീതിയിൽ നമുക്ക് വീഴ്ചകൾ സംഭവിക്കാനായിട്ടിടയായിട്ടുണ്ട്. ബൈബിളിൽ തന്നെ വളരെ ശക്തമായൊരു വചനഭാഗമുണ്ട്. അത് നിങ്ങൾ ഒരിക്കലും മനഃപ്പാഠമാക്കരുത്. എല്ലാ ദിവസവും ഒന്ന് എടുത്തു വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം. സുഭാഷിതം 14:12 വചനഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്: പ്രിയപ്പെട്ടവരെ, ശരിയെന്ന് തോന്നുന്ന വഴികൾ നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നതാകാം. ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വഴികൾ നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നതാകാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരയർത്തി പറയാവോ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ ചില തീരുമാനങ്ങൾ, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് വിശകലനം ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു വാർത്താ ചിത്രമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണ് ഈ വാർത്താ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്നറിയാവോ? തൃശ്ശൂർ മുളങ്ങുന്നത്തുകാവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അടുത്താണ് മെഡിക്കൽ കോളേജൊക്കെ ഉള്ളത്. അതിനടുത്ത് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെ ട്രെയിനുകളൊന്നും അധികം നിർത്താറില്ല. അപ്പം അവിടെ ഇതില്ലാത്ത, സ്റ്റോപ്പില്ലാത്ത ജയന്തി ജനത എക്സ്പ്രസ് ഇങ്ങനെ പാഞ്ഞു വരികയായിരുന്നു. അവിടെ നടന്നൊരു അപകടത്തിൻ്റെ ചിത്രമാണ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത്. ആ അപകടത്തിൽപ്പെട്ടത് മനുഷ്യനല്ല, മറിച്ചൊരു പശുവും അതിൻ്റെ കിടാവുമാണ്. ഈ ട്രാക്കിൽ ഈ തള്ളപ്പശു കയറി നിന്നു. ഈ ട്രെയിൻ ഇങ്ങനെ പാഞ്ഞു വരുന്ന സമയത്ത് ലോക്കോ പൈലറ്റ്, എൻജിൻ ഡ്രൈവർ ഹോൺ അപ്ലൈ ചെയ്തു. വലിയ ശബ്ദം ഉണ്ടായിട്ട് പോലും ഈ ട്രാക്കിൽ നിന്ന് ഈ തള്ളപ്പശു മാറിയില്ല. ആ തള്ള അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞ് അവിടെ നിന്ന് മാറിയില്ല. ട്രെയിന് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല, കാരണം ട്രെയിൻ മറിയും. ഇതിലുണ്ടായിരുന്ന ആളുകൾ, ആയിരക്കണക്കിന് പേര് മരണപ്പെടാനായിട്ടിടയാകും. അയാൾ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോയി. സംഭവിച്ചത്, ഈ പശുവിനെ അത് ഇടിച്ച് തെറിപ്പിച്ചു, മാംസ കഷ്ണങ്ങളായിട്ട് തീർന്നു. ആ ചിത്രമാണ് പിറ്റേ ദിവസം മലയാള മനോരമ ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചത്. അതിനൊരു തലക്കെട്ട്, ആ ചിത്രത്തിനൊരു തലക്കെട്ട് കൂടെ ആ ഫോട്ടോഗ്രാഫർ കൊടുത്തിരുന്നു. അത് ഇപ്രകാരമായിരുന്നു: ചുവടൊന്നും മാറ്റി ചവിട്ടിയിരുന്നെങ്കിൽ. ഇതായിരുന്നു കൊടുത്തിരുന്നൊരു കാര്യം. എന്നിട്ട് ഈ സംഭവമൊക്കെ എഴുതിയിട്ട് ആ ഫോട്ടോഗ്രാഫർ ഇങ്ങനൊരു കാര്യം കൂടി എഴുതിയിരുന്നു: ലോക്കോ പൈലറ്റ് ഹോൺ അടിച്ചപ്പോൾ ആ പശുവൊന്നും മാറിയിരുന്നെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഇതുപോലെ അപകടം ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദുരന്തങ്ങൾ വിരുന്നിന് വരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരയർത്തി പറയാവോ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പിഴവുകളുണ്ട്,
ഒരുപാട് സങ്കീർണതകളുണ്ട്. ഇത് തിരിച്ചറിയാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. അതിന് സമയമോ സാഹചര്യമോ നമ്മൾ കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുന്നില്ല. ഇത് തന്നെയാണ് എപ്പോഴും നമ്മളെ പരാജയപ്പെടുത്തുന്ന ഭയാനകമായിട്ടുള്ള ഒരു കാര്യം. ലോകത്തിന് സമയം കൊടുക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് നമ്മെ തന്നെ സമയം കണ്ടെത്തി ദൈവത്തിൻ്റെ മുമ്പിൽ ആയിരിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. അപ്പം ഇതുപോലെയുള്ള അവസരങ്ങളിൽ ശാന്തമായിരുന്ന് എവിടെ പിഴവ് പറ്റി എന്നുള്ള തിരിച്ചറിവിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ നമ്മെ ബലപ്പെടുത്തുന്ന സമയമാണ് ഇതെന്ന് തിരിച്ചറിയുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരത്തിൽ പറയാവോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോസിയയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ തിരുവചനം. എന്താ സംഭവിക്കണേന്നറിയാവോ? ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും, അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. ഹോസിയ 2:14. ശ്രദ്ധാപൂർവം കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരാനായിട്ട് സാധിക്കട്ടെ. ചേർന്നൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയാമോ? ദൈവനഷ്ടമാണ്. ഈ തിരക്കാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിഷമം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വചനപ്രഘോഷകനായ വൈദികൻ അദ്ദേഹത്തിൻ്റെ അനുഭവം ഈ അടുത്ത കാലത്ത് പ്രസംഗത്തിലൂടെ പങ്കുവെച്ചു. അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: ഏകദേശം 13 വർഷത്തെ പരിശീലനത്തിന് ശേഷം വൈദിക പട്ടം സ്വീകരിക്കാനായിട്ട് അച്ഛൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡീക്കൻ ചൊമ്മാച്ചനായിരുന്നു. പട്ടത്തിൻ്റെ തലേ ദിവസം, തലശ്ശേരി ഭാഗത്താണ് അച്ഛൻ്റെ വീട്. പട്ടത്തിൻ്റെ തലേ ദിവസം ഏകദേശം വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ ഈ പിറ്റേ ദിവസം പട്ടം സ്വീകരിക്കുന്ന ഈ വൈദിക വിദ്യാർത്ഥിയുടെ മനസ്സിലൊരു സംശയം ഉടലെടുക്കാനായിട്ട് തുടങ്ങി. സംശയം ഇങ്ങനെയായിരുന്നു: ഞാൻ ഈ വിളിക്ക് യോഗ്യനായൊരു വ്യക്തിയാണ്, വൈദികനാകാനായിട്ട് എനിക്ക് പറ്റുമോ? ഞാനിത് സ്വീകരിച്ച കുറച്ച് നാൾ കഴിയുമ്പോൾ ഉപേക്ഷിച്ച് കളയില്ലേ? ഇതുവരെ ഇല്ലാതിരുന്ന 13 വർഷമായിട്ടില്ലാതിരുന്ന വലിയൊരു സംശയം ഈ സഹോദരനെ, ഈ വൈദിക വിദ്യാർത്ഥി അലട്ടാൻ തുടങ്ങി. നിങ്ങൾ ഓർക്കണം കേട്ടോ, പിറ്റേ ദിവസം രാവിലെ പട്ടം സ്വീകരിക്കാൻ പോകുന്ന വ്യക്തിയാണ്. കുറേ നേരം നിന്നിട്ട് പിടിച്ച് നിർത്താൻ പറ്റാണ്ടായപ്പോൾ വികാരി അച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ കാര്യം അവതരിപ്പിച്ചു. അച്ഛനത് കേട്ടു. വൃദ്ധനായൊരു അച്ഛനാണ്. അച്ഛനൊരു കാര്യം പറഞ്ഞു, തലയൊക്കെ കുലുക്കിയിട്ടൊരു കാര്യം പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുക. രാത്രി ഏറെ ആയപ്പോൾ ഈ വൈദിക വിദ്യാർത്ഥിയായിട്ട് അച്ഛൻ ഒരു യാത്ര പോയി. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ചേതക് എന്ന് പറയുന്നൊരു ബജാജിൻ്റെ സ്കൂട്ടറുണ്ട്. ഈ സ്കൂട്ടറിൽ ഈ വൈദിക വിദ്യാർത്ഥി ഇരുത്തിയിട്ട് അടുത്തുള്ള അമ്പലപ്പറമ്പിൽ ഉത്സവത്തിന് പോയി. ഈ ബ്രദർ ഞെട്ടിപ്പോയി. ഇത് എന്തിനാണ് ഈ അച്ഛൻ എന്നെ ഈ അമ്പലപ്പറമ്പിലേക്ക് വിളിച്ചുകൊണ്ട് പോകണമെന്ന് എന്തിനാണെന്ന് ഓർത്തു. വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ തിരക്കിലേക്ക് ഇവർ രണ്ടുപേരും പ്രവേശിക്കുക. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് വികാരി അച്ഛനെ കാണാനില്ല, തിരക്കിൽ എവിടെയോ പെട്ടുപോയി. അച്ഛൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വൈദിക വിദ്യാർത്ഥിയെയും കാണാനില്ല, ഇടിക്കനെയും കാണാനില്ല. ഏകദേശം 1-1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അവർ കണ്ടുമുട്ടിയത്. വലിയ ബഹളമാണ്, ആളുകളുടെ ബഹളം, ചെണ്ടമേളത്തിൻ്റെ ബഹളം, ആകെ നിറഞ്ഞു കവിയുന്ന ഒരു അസ്വസ്ഥതയൊക്കെയാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോരുന്നതിനിടയിൽ രണ്ടുപേരും പറഞ്ഞു, ഞാൻ അച്ഛനെ ഒരുപാട് നേരം അന്വേഷിച്ചല്ലോ. അപ്പം അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്നെ ദൂരെ കണ്ട് ഞാനിങ്ങനെ വിളിച്ചു, നീ ഇത് കേട്ടില്ലേ? തിരിച്ചും പള്ളിമേടയിലെത്തിയപ്പോൾ അച്ഛൻ വീണ്ടും പറഞ്ഞു, എടാ ഞാൻ കുറേ തവണ നിന്നെ വിളിച്ചു. അപ്പോൾ ആ വൈദിക വിദ്യാർത്ഥി ഒരു മറുപടി പറഞ്ഞു. അത് ഇപ്രകാരമായിരുന്നു: അത്രയും ബഹളത്തിനിടയിൽ അച്ഛൻ എത്ര ഒച്ച വെച്ച് വിളിച്ചാലും ഞാൻ എങ്ങനെയാ കേൾക്കുക? ഉടൻ തന്നെ ആ വൈദികൻ ഇങ്ങനെയാ ആ വൈദിക വിദ്യാർത്ഥിയോട് പറഞ്ഞു, നീ നോക്കണം, എല്ലാ നിമിഷവും എല്ലാ നേരവും ദൈവം നിന്നോട് സംസാരിച്ചിരുന്നു. തുടക്കം മുതൽ ഈ നിമിഷം വരെ ദൈവം നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ബഹളത്തിൽ മുങ്ങിയപ്പോൾ ആ ശബ്ദം നീ കേട്ടില്ല, നിന്നോട് ഹൃദ്യമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നിനക്കിപ്പോൾ സംശയമില്ലേ? നമ്മൾ അമ്പലപ്പറമ്പിലെ ഉത്സവത്തിൽ പെട്ടുപോയപ്പോൾ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അതങ്ങ് മുങ്ങിപ്പോകാനുള്ള കാരണം ഈ തിരക്ക് തന്നെയായിരുന്നു. നാളെ നീ പട്ടം സ്വീകരിക്കാൻ പോവുകയല്ലേ? ഒരു കാര്യം നിന്നോട് ഞാൻ പറയുന്നു, ഒരു മണിയാവുമ്പോൾ, രാത്രി 1 മണിയാവുമ്പോൾ വീണ്ടും എൻ്റെ അടുക്കിലേക്ക് നീ വരണം. അതുവരെ പള്ളിയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പോയിരിക്കുക. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ദേവാലയത്തിൽ വന്ന് മുട്ടുകുത്തി കരം കൂപ്പി കണ്ണടച്ച് ആ നിമിഷം മുതൽ എൻ്റെ ചെവിയിൽ ആരോ മന്ത്രിക്കുന്നത് കേൾക്കാൻ തുടങ്ങി. പിന്നീട് ബൈബിൾ എടുക്കുമ്പോൾ, സുവിശേഷം എടുക്കുമ്പോൾ, പഴയ നിയമം എടുക്കുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം അന്ന് മുതൽ കിട്ടാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കാനായിട്ട് തുടങ്ങി.
അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ശ്രദ്ധിച്ച ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർക്കുക, കർത്താവ് നമ്മളോട് സംസാരിക്കും. ഈ ധ്യാനത്തിൻ്റെ ഈ അവസരങ്ങളിൽ ഈ ഒരു അനുഭവമാണ് ദൈവം നമ്മളോട് സംസാരിക്കാനായിട്ട് ഇടയാകുന്നത്. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കയ്യിൽ ബൈബിളൊക്കെ ഇരിപ്പുണ്ട്. എന്നാൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളോട് ഏറ്റവും പ്രത്യേകമായിട്ട് സംസാരിക്കുക. ഈ കാര്യം ഓർക്കുക. ഞാൻ ഇന്നും ഓർക്കുന്നൊരു കാര്യം ഇതാണ്, വചനത്തിൻ്റെ അഭിഷേകം നമ്മളെ ബലപ്പെടുത്തും. ബൈബിളിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്, എങ്ങനെ നമ്മൾ വചനം കേൾക്കണമെന്ന്. പ്രഭാഷകന്റെ പുസ്തകം അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 32-ാം തിരുവചനം എങ്ങനെ വചനം കേൾക്കണമെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രഭാഷകൻ 6:32 വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, മനസ്സ് വെച്ചാൽ മകനെ മകളെ, മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം, താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ നിനക്ക് അറിവ് ലഭിക്കും, ഉത്സാഹിച്ചാൽ സമർത്ഥനാകും, ഏകാഗ്രചിത്തൻ വിവേകമതിയാകും. അപ്പൊ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഈ 4 ക്വാളിറ്റീസ് നമുക്ക് വേണം. വെറുതെ കേട്ടാൽ പോരാ. എങ്ങനെ കേൾക്കണം? മനസ്സ് വെച്ച് കേൾക്കണം. രണ്ടാമതോ, താല്പര്യത്തോടുകൂടെ ശ്രവിക്കണം. പ്രഭാഷകൻ 6:32 ഉത്സാഹത്തോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം, ഏകാഗ്രതയോടെ അതിനെ ശ്രവിക്കാൻ സാധിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും ഹോസിയായുടെ പുസ്തകം 6:3 വചനത്തിൽ എന്താ വായിക്കണേന്നറിയാവോ? കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രദ്ധിക്കാം. എങ്ങനെ ശ്രദ്ധിക്കാം? മിണ്ടുന്നില്ല. എങ്ങനെ ശ്രദ്ധിക്കാം? അവിടുത്തെ കടന്നുവരവ് സൂര്യോദയം പോലെ സുനിശ്ചിതമാണ്. അവിടുത്തെ കടന്നുവരവ് സൂര്യോദയം പോലെ ഉറപ്പാണ്. അപ്പൊ എങ്ങനെ ശ്രദ്ധിക്കണം? ഏകാഗ്രതയോടെ. ഒന്ന് സ്വരത്തിൽ പറഞ്ഞേ, എങ്ങനെ ശ്രദ്ധിക്കണം? അല്പം കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞേ, ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുക. ചേർന്ന് പറയാവൂ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറങ്ങുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. ഉറങ്ങുന്നവർ ഒരിക്കൽ കൂടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ കൊല്ല് കർത്താവേ, ഇത്രയും സത്യസന്ധന്മാരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതൊന്ന് ഓങ്ങി വെച്ചതാണ്, നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഇപ്പം പിടുത്തം കിട്ടിയോ? ബൈബിളിൽ കയ്യിലുണ്ടായാലും കഷത്തിലുണ്ടായാലും കാര്യമില്ല പ്രിയപ്പെട്ടവരെ, വചനം ഉള്ളിൽ കയറണം. പിടുത്തം കിട്ടിയോ? ഇപ്പം ചിലർ തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി കത്തനാർ പോണത് വരെ ഞങ്ങൾ ഹല്ലേലൂയ പറയില്ല. അങ്ങനെയുള്ളവർ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയും സത്യസന്ധന്മാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അച്ഛൻ രക്ഷപ്പെട്ടു. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഈ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പ്രോബ്ലം. നമ്മുടെ ഈ റോട്ടിൽ ട്രാഫിക് പ്രത്യേകമായിട്ട് ഗതാഗത വകുപ്പ് എഴുതി വെച്ചിരിക്കുന്ന ഒരു പരസ്യമുണ്ട്, ശ്രദ്ധ മരിക്കുമ്പോഴെന്ത് ചെയ്യും? അപകടം ജനിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ വചനം കേൾക്കുന്നു എന്ന് നമ്മൾ പറയുമെങ്കിലും, ഞാൻ ഏത് വിദ്യ ഉപയോഗിച്ചാലും നിങ്ങളിങ്ങനെ വയ്ക്കും. നമ്മൾ ഈ വെള്ളത്തിൽ പൊന്ത് തേടി കിടക്കണത് പോലെ ഇങ്ങനെ പോകും. ഒന്നും നമ്മളെ സ്പർശിക്കുകയല്ല. സ്പർശിക്കണമെന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇടയാകണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ശ്രദ്ധയോടുകൂടെ കർത്താവിൻ്റെ വചനം ഉൾക്കൊള്ളാനും ഹൃദ്യസ്ഥമാക്കാനും പരിശ്രമിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഓർക്കുന്നൊരു അനുഭവമുണ്ട്. നമ്മുടെ വരാപ്പുഴ തിരുപതിയിലെ പുരാതനമായൊരു ദേവാലയത്തിൽ നാളുകൾക്ക് മുമ്പ് ശുശ്രൂഷയ്ക്കായിട്ട് പോയപ്പോൾ ആളുകളുടെ കയ്യിൽ പേപ്പറോ പേനയൊന്നുമില്ല. വലിയ പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആളുകളോട് പറഞ്ഞു, നാളെ വരുമ്പോൾ പേപ്പറും പേനയും കൊണ്ടുവരിക, കയ്യും വീശി വന്നിരിക്കുന്ന പാരമ്പര്യ ക്രിസ്ത്യാനികൾ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അത് ഇത്തിരി കൂടിപ്പോയി എന്ന് എനിക്ക് തന്നെ തോന്നി. ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു 80 വയസ്സുള്ള ഒരു അപ്പാപ്പൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ മൈക്ക് കിട്ടിയെന്ന് വിചാരിച്ച് എന്തും വിളിച്ചു പറയാമെന്നുള്ള ധാർഷ്ട്യം അത് കയ്യിൽ വെച്ചാൽ മതി. ഞാൻ ഞെട്ടിപ്പോയി, മിണ്ടിയില്ല. ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പേപ്പർ കൊണ്ടുവരും, പേന കൊണ്ടുവരും, അത് പറയാൻ താങ്കളാരാണ്? അതിൻ്റെ ധ്വനി എനിക്ക് മനസ്സിലായി. ഈ അപ്പച്ചൻ ഇങ്ങനെ പെയ്ത് പുറക്കുകയാണ്. ഞാൻ എല്ലാം നിന്ന് കേട്ടു. ഏറ്റവും അവസാനം ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ അപ്പച്ചനോട് ഞാനൊരു കാര്യം പറഞ്ഞു, നാളെ വരുമ്പോൾ പേപ്പറും പേനയും കൊണ്ടുവരിക. അയാൾ രൂക്ഷമായിട്ട് എന്നെ ഇങ്ങനെ നോക്കി, എന്നിട്ട് പോയി. എന്നാൽ പിറ്റേ ദിവസം എനിക്ക് സന്തോഷമായി. മറ്റൊന്നുമല്ല,
പള്ളിയിൽ ഞാൻ നോക്കിയപ്പോൾ വലിയ പള്ളിയിൽ മതിലിൻ്റെ സമീപത്ത് ഒരു ട്യൂബിൻ്റെ ലൈറ്റിൻ്റെ അടിയിൽ ഒരു ചെറിയ പുസ്തകവുമായിട്ട് ഈ അപ്പച്ചൻ വന്നിരുന്നിട്ട് ആ വചനഭാഗങ്ങൾ എഴുതിയെടുക്കുക. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ദിവസം കുമ്പസാരത്തിനായിട്ട് ഒരുക്കി ആളുകളെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഏറ്റവും അവസാനം ജനത്തിന് വായിക്കാനായിട്ടൊരു വചനഭാഗം ഞാൻ പറഞ്ഞു കൊടുത്തു. നിങ്ങളൊരു കാര്യം ഓർക്കണം, കുമ്പസാരം എന്നുള്ളത് പുതിയ നിയമത്തിൻ്റെ സംവിധാനമാണ്. ക്രിസ്തുവാണ് 7 കൂദാശകൾ സ്ഥാപിച്ചതെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെ കർത്താവ് സ്ഥാപിച്ചതിനേക്കാൾ സ്ഥാപിച്ച കാര്യങ്ങൾക്ക് മുമ്പ് അത് പ്രവചനമായിട്ട് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളപ്പോൾ എല്ലാ ദിവസവും കുമ്പസാരിക്കുന്നില്ലേ? ഇനി വരുന്ന ശനിയാഴ്ച ഈ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ കുമ്പസാരിക്കും. വാർഷിക കുമ്പസാരം നമ്മൾ നടത്തുന്നൊരു പതിവൊക്കെ ഉണ്ട് അല്ലേ? വർഷത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്ന് സഭയുടെ നിയമം ഉള്ളതുകൊണ്ട് കുമ്പസാരിക്കുന്ന ഒരവസ്ഥാവിശേഷം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കുമ്പസാരിക്കുന്ന സമയത്ത് നമ്മുടെ കുമ്പസാരത്തിൻ്റെ സ്വഭാവം, അതിനെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വചനം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കള്ള കുമ്പസാരങ്ങളെ വിമർശിക്കുന്നൊരു വചനം. അതാണ് ഞാനെന്ന് പറഞ്ഞത്. വചനം മറ്റൊന്നുമല്ല, പ്രഭാഷകന്റെ പുസ്തകം 28:3. പ്രഭാഷകൻ 28:3. അവിടെ വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: നീ തെറ്റുകൾ ഏറ്റു പറയുകയും എന്നാൽ അയൽക്കാരനോട് സഹോദരനോട് കരുണ കാണിക്കാതിരിക്കുകയും ചെയ്താൽ എങ്ങനെ നിനക്ക് കരുണ പ്രതീക്ഷിക്കാൻ സാധിക്കും? ഇല്ലേ? വചനത്തിൽ എഴുതിയിട്ടുണ്ട് പ്രഭാഷകൻ 28:3. നീ തെറ്റുകൾ ഏറ്റുപറയുകയും എന്നാൽ നിന്റെ അയൽക്കാരനോട് സഹോദരനോട് കരുണ പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്താൽ എങ്ങനെ നിനക്ക് കരുണ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും? അപ്പോൾ വാക്കിൽ മാത്രം ഏറ്റുപറയുന്ന ഒരു അനുഭവമല്ല. ഇതായിരുന്നു പറഞ്ഞു വിട്ടത്. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം 4-ാമത്തെ ദിവസം രാവിലെയാണ് കുമ്പസാരം, വൈകുന്നേരം ധ്യാന ശുശ്രൂഷ. ഇവിടുത്തെ വികാരിയച്ഛൻ്റെ അടുക്കൽ ഞാനിങ്ങനെ രാവിലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യ ദിവസം വന്ന് എന്നെ ഭേദനം ചെയ്ത് കടന്നുപോയ അപ്പച്ചൻ വരുന്നത് കണ്ടു. ഒറ്റക്കല്ല, കുടുംബം മുഴുവനായിട്ടാണ് വന്നത്. ഞാൻ ഉള്ളിൽ കരുതി, കർത്താവേ, ഇനി എന്തിനാണാവോ ഈ വരവ് എന്നുള്ളത്. പക്ഷേ ആ മനുഷ്യൻ എൻ്റെ അടുക്കലേക്ക് വന്ന് എൻ്റെ കയ്യെ പിടിച്ചിട്ട് അയാൾ പൊട്ടിക്കരയാൻ തുടങ്ങി. എനിക്ക് അത്ഭുതം തോന്നി. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: അച്ഛനറിയാവോ, പുരാതനമായൊരു കുടുംബത്തിൻ്റെ പേര് പറഞ്ഞു. ആ കുടുംബത്തിലെ അംഗമാണ് ഞാൻ. എൻ്റെ മൂത്ത മകൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയിൽ ഞാൻ 3 തവണ കൈക്കാരനായിട്ട് സേവനം ചെയ്തൊരു മനുഷ്യനാണ്. എൻ്റെ മൂത്ത മകൻ വർഷങ്ങൾക്ക് മുമ്പ് ഹൈന്ദവയായൊരു പെങ്കൊച്ചിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് എനിക്ക് പേരുദോഷം വരുത്തി എന്നതിൻ്റെ പേരിൽ ഞാൻ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവനോട് പറഞ്ഞു, ഇനി വീട്ടിലേക്ക് കയറേണ്ട ആവശ്യമില്ല എന്ന്. നാളുകൾക്ക് ശേഷം ആ പെങ്കൊച്ച് മാമോദീസ മുങ്ങി ക്രിസ്ത്യാനിയായി. എന്നിട്ടും എൻ്റെ തീരുമാനത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. പിന്നീട് അവൻ്റെ മൂത്ത മകൻ്റെ വിവാഹത്തിന് വീട്ടിൽ വന്ന് ക്ഷണിച്ചു. പക്ഷേ ഞാൻ വീട്ടുകാരോടൊരു കാര്യം പറഞ്ഞു: ആർക്ക് വേണേലും ആ കല്യാണത്തിൽ പങ്കെടുക്കാം, പക്ഷേ ആരും പിന്നെ ഈ എൻ്റെ വീട്ടിലേക്ക് വരരുത്. പള്ളി തന്നെ നിന്നു. കല്ലേൽ പിളർക്കുന്നൊരു കൽപ്പനയാണ് പറഞ്ഞത്. അപ്പനെ പേടിച്ചാരും ആ കല്യാണത്തിൽ പോയില്ല. ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം: ഞാൻ 2-ാമത്തെ ദിവസം മുതൽ ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രിയാകുമ്പോൾ ഉറക്കില്ല അച്ചോ, മരണഭയം. ഇവിടെ ഇരിക്കുന്ന വൃദ്ധരായ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്, നിങ്ങൾ തിരുത്തണം. എന്താണ് ഏറ്റവും വലിയ ആ തെറ്റിദ്ധാരണയെന്നറിയാവോ? പ്രായം കൂടുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വരുന്നൊരു തെറ്റിദ്ധാരണ, 100% തെറ്റായൊരു കാര്യം. അത് വേറെയൊന്നുമല്ല, കഴിഞ്ഞ കാല ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ദൈവം കൃത്യമായിട്ട് ക്ഷമിച്ചിട്ടുണ്ടോ? ക്ഷമിച്ചിട്ടുണ്ടാകുകയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ, കുമ്പസാരം പോലും കൃത്യമായിരുന്നില്ല എന്നുള്ളൊരു തോന്നല്. പ്രിയപ്പെട്ടവരൊരു കാര്യം ഓർക്കുക, ഇത് കർത്താവ് നമ്മൾ ഏറ്റുപറഞ്ഞ പാപങ്ങൾ മുഴുവൻ ക്ഷമിക്കുന്ന ഒരു അനുഭവമുള്ള കാരുണ്യവാനായ ദൈവമാണ്. ഈ അപ്പച്ചനും പറയുന്നൊരു കാര്യം, രാത്രി ഉറങ്ങുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഞാൻ കിടക്കും. രാത്രിയാകുമ്പോൾ വീണ്ടും എഴുന്നേൽക്കും. കാരണം ഇനി രാവിലെ എഴുന്നേൽക്കുമോ എന്നുള്ളൊരു പേടി, മരിച്ചു പോകുമോ എന്നുള്ളൊരു പേടി. എൻ്റെ തലയിൽ ഭാരമുള്ള എന്തോ ഒരു വസ്തു അടിച്ചു കയറ്റിയതുപോലെയുള്ളൊരു ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമുള്ള ഒന്ന്. ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ധ്യാനത്തിൻ്റെ 2-ാം ദിവസം മുതൽ ഞാൻ ഈ വചനഭാഗങ്ങൾ ബൈബിളിൽ വെറുതെ ഇങ്ങനെ നോക്കാനായിട്ട് തുടങ്ങി. ഇന്നലെ ഈ വചനം വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഴത്തിലൊരു വലിയൊരു ഭയത്തിൻ്റെ അവസ്ഥയുണ്ടായി. കാരണം എന്താണെന്നറിയാവോ? സ്വന്തം രക്തത്തിൽ പിറന്ന മകനോട് കരുണ കാണിക്കാതെ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നുണ്ട്,
നാവ് നീട്ടി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്, പാരമ്പര്യമുള്ള ക്രിസ്ത്യാനിയാണെന്ന് ഹുങ്ക് കാണിക്കുന്നുണ്ട്. എനിക്ക് എന്ത് അഭിമാനിക്കാനായിട്ട്, അഹങ്കരിക്കാനായിട്ടുണ്ട്? അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ചെയ്തു കൂട്ടിയ പ്രാർത്ഥനകളും ഞാൻ കുമ്പസാരിച്ച കുമ്പസാരങ്ങളും നിരർത്ഥകമാണെന്ന് എനിക്ക് തോന്നി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരത്തിൽ പറയാവോ ഹല്ലേലൂയാ? അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബാക്കി പൂരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനാണ്. ഒരു മണിയായപ്പോൾ അപ്പച്ചൻ വന്ന് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മൂത്ത മോനെ കാണണം. അവർ ഞെട്ടിപ്പോയി. ആ രാത്രിയിൽ അവർ കാറെടുത്ത് മൂത്ത മകൻ്റെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. പട്ടാപ്പാതിരയ്ക്ക് ഇതാരാണ് വന്നതെന്ന് അറിയാൻ വേണ്ടി വാതിൽ തുറന്നപ്പോൾ കാണുന്ന കാഴ്ച, നാളുകൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അപ്പനാണ് മുമ്പിൽ നിൽക്കുക. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ആ വൃദ്ധനായ പിതാവ് ആയാസപ്പെട്ട് മുട്ടുകുത്തി മകൻ്റെ കാലെ പിടിച്ച് മാപ്പ് ചോദിച്ചു. അത്ഭുതകരമായൊരു അനുഭവം. രാവിലെ കുമ്പസാരിക്കാൻ വന്നിരിക്കുക. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, ഈ ബൈബിളിൽ എല്ലാ പുസ്തകമൊന്നും വായിക്കേണ്ട, 71 പുസ്തകവും വായിക്കേണ്ട, ഒരൊറ്റ വചനം, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരൊറ്റ വചനം, അത് കർത്താവ് നമുക്ക് തരും. ചേർന്ന് പറയാവോ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ സമയം എന്നൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ബൈബിൾ വായിച്ചോ? യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലെ ആ ബത്സദ കുളക്കരയിൽ കിടന്നിരുന്ന ആ രോഗിയുടെ ഒരു അനുഭവം. എത്ര വർഷം അവനവിടെ കിടന്നു എന്നാണ് പറയണത്? 38 വർഷം. ഈശോയുടെ പ്രായം 33 ആയിരുന്നില്ലേ? ഒന്ന് ഓർത്തു നോക്കിയേ. കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് അവനവിടെ രോഗബാധിതനായി കിടന്നിരുന്നു എന്നുള്ള ഭയാനകമായ ഒരവസ്ഥാവിശേഷം. നിരാശ കൂടാതെ അവനവിടെ കാത്തു കിടന്നിരുന്നു. അതുകൊണ്ട് അവന് സൗഖ്യത്തിൻ്റെ അനുഭവം ഉണ്ടായി. ഈ മനുഷ്യനും പറഞ്ഞൊരു കാര്യം ഇതാണ്, എനിക്ക് രാത്രിയിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയിരുന്നു. ഇന്ന് പകൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി ഞാനിവിടെ ഇപ്പോഴും കുമ്പസാരിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അച്ഛാ, ആ വചനം എഴുതിയെടുത്തില്ലായിരുന്നെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ നഷ്ടമായി തീർന്നേനെ. ഈ CC അടച്ച കുഴിയിലേക്ക് കാല് നീട്ടി വെച്ചിരിക്കുന്ന അപ്പാപ്പനും അമ്മാമ്മയും വിചാരിക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഈ വചനം എഴുതിയെടുത്തുകൊണ്ട് വല്ല ഗുണമുണ്ട്, അത് ഇപ്പം തട്ടിപ്പോകൂലേ? ഈ അപ്പച്ചനാണ് അതിനുള്ളൊരു മറുപടി. നിങ്ങൾക്കൊരു കാര്യം അറിയാവൂ? 6 മാസം കഴിഞ്ഞപ്പോൾ ആ പിതാവിൻ്റെ മകൻ എന്നെ ഫോൺ വിളിച്ചു. അപ്പൻ്റെ മരണവാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സന്തോഷത്തോടു കൂടിയാണ് അറിയിച്ചത്. കാരണമുണ്ട്. എന്താ കാരണമെന്നറിയാവോ? അവരുടെ അപ്പം മരിച്ച ആ മരണത്തിൻ്റെ അനുഭവം. ഒരാൾ സ്വസ്ഥമായിട്ട് എങ്ങനെ കിടന്നുറങ്ങി ശാന്തമായി മയക്കത്തിലേക്ക് വീഴുന്നു, അതുപോലെയാണ് ഞങ്ങളുടെ പിതാവ് മരിച്ചത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. രോഗീലേപനം കൊടുക്കാൻ വേണ്ടി വന്ന വികാരിയച്ഛൻ, പള്ളിയിലെ വികാരിയച്ഛൻ പറഞ്ഞു, എൻ്റെ 32 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഇതുപോലെ ശാന്തമായി മരിക്കുന്ന ഒരു മനുഷ്യനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അച്ഛനൊരു കാര്യം അറിയാവോ? അന്ന് ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് ഈ മരിക്കുന്ന ദിവസം വരെ ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും വൈകുന്നേരം തറവാട്ടിൽ ഒരുമിച്ച് കൂടും, ഒരുപാട് നേരം സംസാരിക്കും, പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞിരുന്നത്. സന്തോഷം നഷ്ടപ്പെട്ടു പോയ സകലതും തിരികെ ലഭിക്കാനിടയായി. ആ മകനും പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ധ്യാനം ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ, അഭിഷേകം ചെയ്ത വചനം. പ്രഭാഷകൻ 28:3. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശാന്തതയോടെ കർത്താവിൻ്റെ പക്കൽ വന്നിരിക്കാനായിട്ട് പരിശ്രമിക്കുക പ്രിയപ്പെട്ടവരെ. തിരികെ വരാനായിട്ട് നമ്മൾ തയ്യാറാകുക. നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ വിഷമതകളും ദുഃഖങ്ങളും ആകുലതകളും സങ്കീർണതകളും കർത്താവ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെല്ലാം പിഴവ് സംഭവിച്ചോ ആ പിഴവുകളെ പരിഹരിക്കാനുള്ളൊരു അവസരം ദൈവം ധ്യാനത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരുക്കി തരികയാണ്. നമ്മുടെ ജീവിതത്തോട് വ്യക്തിപരമായിട്ട് കർത്താവ് സംസാരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടെല്ലാവരോടും ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭൗതികമായ ഏത് കണ്ണുനീരും, ഏത് ആകുലതയും, ഏത് അസ്വസ്ഥതയും കർത്താവ് എടുത്തു മാറ്റും. ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് കണ്ണുനീരും, ഏത് അസ്വസ്ഥതയും എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? വചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ജെറമിയായുടെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം. നിരാശമുറ്റി നിൽക്കുമ്പോൾ, അസ്വസ്ഥത പിടികൂടുമ്പോൾ, ആകുലത നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവം വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന വചനമാണത്.
എന്താണത്? ജെറമിയ 31:16 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, മകനെ മകളെ. കിട്ടിയോ വചനം? ജെറമിയയുടെ പുസ്തകം കിട്ടിയോ? 31:16 കിട്ടിയില്ലേ? മകനെ മകളെ കരച്ചിൽ നിർത്തുക, കണ്ണുനീര് തുടക്കുക, നിന്റെ യാതനകൾക്ക് അവിടുന്ന് പ്രതിഫലം തരും, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. ചേർന്ന് പറയാവൂ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൗതിക മേഖല അനുഗ്രഹിക്കപ്പെടും, പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട മേഖല ഏതാണെന്നറിയാവോ? നമ്മുടെ ആത്മാവിൻ്റെ മേഖലകൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് ഇങ്ങനെ കുത്തിയിരുന്ന് ഒരു വിശകലനം വളരെ അത്യാവശ്യമാണ്. ചേർന്ന് പറയാവോ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. രണ്ടാമത് പോരാളികൾ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാവോ? അവരുടെ ശരീരത്തിലേറ്റ മുറിവുകൾ അവർ വെച്ച് കെട്ടും. ശരീരത്തിലേറ്റ മുറിവുകൾ അവർ വെച്ച് കെട്ടും. ഈ നൊയമ്പ് കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാവോ പ്രിയപ്പെട്ടവരെ? മുറിവുണക്കുന്ന ഈശോയുടെ സഹനത്തെയും വേദനയെയും ചിന്തിക്കുന്ന ഒരവസരമാണ്. നാടകീയമായിട്ട് നമ്മളത് കേൾക്കാറുണ്ട്. ദുഃഖവെള്ളിയാഴ്ച ദിവസം കുരിശിൻ്റെ വഴിയിൽ നമ്മൾ പങ്കുചേരാറില്ലേ? വെള്ളിയാഴ്ച ദിവസം കുരിശിൻ്റെ വഴിയിൽ പങ്കുചേരുമ്പോൾ കർത്താവ് സഹിച്ച പീഡകളെക്കുറിച്ച് നമ്മൾ വളരെ വൈകാരികമായിട്ട് കേൾക്കും. ഞാൻ ദുഃഖവെള്ളിയാഴ്ച കണ്ടിട്ടുണ്ട് പ്രത്യേകമായിട്ട് പ്രസംഗിക്കുന്ന സമയത്ത് ആളുകൾ കരയുന്നത്. പക്ഷേ കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണ്? കർത്താവ് നമ്മളോട് പറയുന്നത് കുരിശിൻ്റെ വഴിയിൽ ഏറ്റവും പ്രത്യേകമായി ജെറുസലേം കന്യകമാരോട് യേശു പറഞ്ഞ, അമ്മമാരോട് യേശു പറഞ്ഞ വാക്കുകൾ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും ദേശത്തെയും ഓർത്ത് കരയുക. അതിനെക്കുറിച്ച് ഓർത്ത് കരയുക. ആ മുറിവുകളെ വെച്ച് കെട്ടാനായിട്ട് പരിശ്രമിക്കുക. ചേർന്ന് പറയാവൂ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒരു സങ്കടമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ മാർച്ച് മാസം 5-ാം തീയതിയാണ് ഈ നൊയമ്പാചരണം ആരംഭിച്ചത്. ആ ബുധനാഴ്ച ദിവസം നമ്മുടെ ശിരസിൽ ചാരം പൂശിക്കൊണ്ട് വൈദികൻ പറഞ്ഞ 2 വചനമുണ്ട്. ഒന്നാമത്തെ വചനം ഏതാണ്? മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ തിരികെ പോകും. എന്നാൽ രണ്ടാമതൊരു വചനവും കൂടി പറഞ്ഞു. അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടവും ഏറ്റവും വലിയൊരു ദാഹവുമാണ്. ഏതാണ് ആ വചനഭാഗം എന്നറിയാമോ? ജോയേൽ പ്രവചനം 2-ാമത്തെ അധ്യായം 12ഉം 13ഉം തിരുവചനം. ജോയേൽ 2:12 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. ദൈവം ആ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തോടും ലോകത്തോടും നമ്മളോടും പറയുന്ന വാക്കുകൾ എന്താണെന്നറിയാവോ? ഇനിയെങ്കിലും വിലാപത്തോടും ഉപവാസത്തോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ നിങ്ങൾ എൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ. ദൈവത്തിൻ്റെ കണ്ണുനീരാണ്. ഇനിയെങ്കിലും. വീണ്ടും പറയുന്നൊരു കാര്യം ഇതാണ്, നിങ്ങളുടെ വസ്ത്രങ്ങളല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത്. അപ്പം മുറിവേറ്റ നമ്മുടെ അനുഭവത്തെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ഒരവസരമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാവോ ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഏറ്റു പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഏറ്റു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പോരാളികൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവരുടെ ആയുധങ്ങൾക്ക് വീണ്ടും ഒരു മൂർച്ച കൂട്ടും, എന്നിട്ടാണ് ഒരു തിരികെ പോവുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥാവിശേഷം. ചേർന്ന് പറയാവോ ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിൻ്റെ അനുഭവം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ മേഖലയിൽ എത്രമാത്രം ഉയരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ട്. അതാണ് മൂർച്ചയുള്ള ഏറ്റവും വലിയൊരു ആയുധം. ഒരു സാധാരണ ജീവിതമല്ല, വിശ്വാസത്തിൻ്റെ പരിചയെടുത്ത് നീ പോരാടുക എന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുമ്പോൾ ഓർമ്മപ്പെടുത്തുക. എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം 10 മുതൽ 20 വരെ വായിക്കുക. അതിൻ്റെ ഹെഡിങ് തന്നെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം
10 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളുടെ ഹെഡിങ് തന്നെ ആത്മീയ പോരാട്ടം, സമരം എന്നാണ്. നമ്മുടെ ശരീരത്തോടും ഈ ലോകത്തോടും പൈശാചിക ശക്തികളോടുമുള്ള പോരാട്ടത്തിലാണ്. അതുകൊണ്ട് സർവ്വ ആയുധങ്ങളും നിങ്ങൾ എടുത്തു ധരിക്കുവിൻ, വചനത്തിൻ്റെ വാളെടുക്കുവിൻ, വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ. എന്താണ് പരിചയയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പോരാളിയെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് ഈ പരിചയമാണ്. അപ്പം ഇങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുക. വിശ്വാസത്തിൻ്റെ പരിച നിന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ പറ്റുകയുള്ളൂ. ചേർന്നെന്ന് പറയാവോ ഹല്ലേലൂയാ? സ്വരയുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഏറ്റു പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹെബ്രായ ലേഖനം 11:6 വചനം ഓർമ്മപ്പെടുത്തുന്നു. ഇപ്രകാരമാണ് പറയുക: വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. അപ്പം മൂർച്ച കൂട്ടേണ്ടത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലാണ്. നിങ്ങൾ ഇതിനു മുമ്പ് എന്നെ ഇവിടെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഒരു 11 കൊല്ലം മുമ്പ് ഞാനിവിടെ ധ്യാനിപ്പിക്കാൻ വന്നിട്ടുണ്ട്. ഓർക്കണുണ്ടോ? ഓട്ടയമ്പരാൻ അറിയാം അല്ലേ? 1 തവണയല്ല 2 തവണ ഞാൻ വന്നിട്ടുണ്ട്. അന്നെൻ്റെ ബാച്ച്മേറ്റായ മെൽവിനച്ചനായിരുന്നു ഇവിടെ വികാരിച്ച്. ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും പിടിച്ച് 2ാമത് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. അന്ന് ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എൻ്റെ വീട് എറണാകുളത്ത് ചിറ്റൂരാണ്. ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരും. കരസ്മാറ്റിക് ധ്യാനങ്ങളോട് വിമുഖത ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, വേറെ എന്ത് ചെയ്താലും അച്ഛനായാലും ഈ പരിപാടിക്ക് മാത്രം പോവുകയല്ല. കാരണം അത്രമാത്രം ഈ ശുശ്രൂഷയോട് എതിർപ്പും അസ്വസ്ഥതയും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. എന്നെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തിയിരുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? ഈ ബഹളം വെച്ച് സ്തുതിക്കുന്ന ഒരു അനുഭവമാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവം ബധിരനും അന്ധനും മൂകനുമാണോ? എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടി ഇങ്ങനെ അലറേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്താഗതിയാണ് എന്നെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തിയിരുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 2002 ഞാൻ പട്ടം സ്വീകരിക്കുന്നത്. ബ്രദറായിരിക്കുന്ന സമയത്ത് അമ്പലത്തിൽ വരെ സ്ഥിരമായിട്ട് പ്രസംഗിക്കാൻ പോകുമായിരുന്നു. കാരണം അതുപോലെ ന്യൂട്രലായിട്ട് നിന്ന് പ്രസംഗിക്കുന്നത് കൊണ്ട് നല്ല ഡിമാൻഡായിരുന്നു. എന്നെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ വിളിച്ചിട്ടുണ്ട്. എന്നെ അസ്വസ്ഥപ്പെടുത്തിയിരുന്ന ഒരു കാര്യമുണ്ട്, വേറെ ഒന്നുമല്ല. ഒരു മനുഷ്യന് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അവൻ്റെ ഭൗതിക മേഖല ക്രമീകരിക്കണം. ഇപ്പോൾ വിശക്കുമ്പോൾ അവന് അപ്പം കൊടുത്തുകൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്ത് ചെയ്യണം? അവന് വിശക്കുന്ന സമയത്ത് ഈ വചനം കൊടുത്ത് നമ്മൾ സ്വസ്ഥമാക്കാനായിട്ട് കൊണ്ടുപോവുകയല്ല, അവൻ്റെ വിശപ്പടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഒരു ദിവസമല്ല, എപ്പോഴും. വീണ്ടും കൂരയില്ലാത്തവനോട് യോഹന്നാൻ്റെ സുവിശേഷം 14:1 പറഞ്ഞിട്ട് കാര്യമുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷം 14:1 എന്താ പറയണത്? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കുറേ വീട് കിട്ടുമെന്നാണ് പറയണത്. അവിടെ മുറി ഇങ്ങനെ കിടപ്പുണ്ടെന്നാണ് പറയണത്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, മനുഷ്യൻ്റെ ചുറ്റുവട്ടങ്ങൾ, ഭൗതിക മേഖലകൾ ഒരുക്കപ്പെട്ടാൽ അവൻ്റെ ബാക്കിയുള്ള എല്ലാ അനുഭവങ്ങളും ഇങ്ങനെ ഒരുക്കപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനതിനൊരു മാർഗവും കൂടി കണ്ടു, വേറെ മാർഗമൊന്നുമല്ല. അതിങ്ങനെയാണ്: സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ ഈശോയെ മഹത്വപ്പെടുത്തണം. അങ്ങനെ 2002 പട്ടം സ്വീകരിച്ച് എൻ്റെ അധികാരികളോട് പറഞ്ഞപ്പോൾ പാവപ്പെട്ട അച്ഛന്മാർ സമ്മതിച്ചു. അങ്ങനെ MSW എന്ന് പറയുന്ന ഒരു ബിരുദം എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തു. അങ്ങനെ അഡ്മിഷൻ കിട്ടിയത് തിരുവനന്തപുരത്താണ്. പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി അവിടെയുള്ളൊരു സ്ഥലത്തേക്ക് എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് തന്നു. വേറെ എങ്ങുമല്ല, അവിടെയുള്ള ധ്യാന കേന്ദ്രത്തിലേക്കാണ്. ഈ ധ്യാനവും അതുപോലെയുള്ള സംഗതികൾ അലർജിയായ ഞാൻ ഗതികേട് കൊണ്ട് അവിടെ ചെന്ന് പെട്ടു. പ്രിയപ്പെട്ടവരെ, വേറെ മുറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മുറി എന്ന് പറയുന്നത് മെയിൻ ധ്യാനം നടക്കുന്ന സ്റ്റേജിൻ്റെ സമീപത്താണ്. ഒരു സാധാരണ നല്ലൊരു ധ്യാന കേന്ദ്രമായിരുന്നു. ഏകദേശം മാസം 150 പേര് ധ്യാനിക്കാൻ വരുന്നൊരു സ്ഥലമാണ്. ഞാൻ ചെന്ന അന്ന് താമസിച്ചുള്ള 5 ദിവസത്തെ ധ്യാനം തുടങ്ങിയിരിക്കുക. രാത്രി കിടന്നുറങ്ങിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, കാരണം ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, പിന്നെ ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഞാൻ സാധാരണയായിട്ട് പറഞ്ഞിരുന്നൊരു കാര്യം, ഈ കരസ്മാറ്റിക് ശുശ്രൂഷയുള്ളവന്മാർക്കൊക്കെ ഭ്രാന്താണ്, മൈക്ക് കിട്ടിയ കൊരവള്ളി പൊട്ടുന്നത് പോലെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അവിടുത്തെ പ്രേക്ഷിതന്മാരെ, ആത്മായ പ്രേക്ഷിതന്മാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സ്വരമുയർത്തി സ്തുതിച്ച കഴുത്ത് വെട്ടി ഞാൻ താഴെയിടും, ശബ്ദം താഴ്ത്തി സ്തുതിച്ചാൽ മതി. പിറ്റേ ദിവസം വരെ അവർ പേടിച്ച് സ്തുതിപ്പിൻ്റെ ശബ്ദം കുറച്ചു. 3-ാമത്തെ ദിവസം രാത്രി കിടന്നുറങ്ങി ഒരു 12 മണിയായപ്പോൾ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഒരു കാഴ്ച ഞാൻ കാണുന്നു. എൻ്റെ മുറിയുടെ ജനേലയുടെ സമീപത്ത് ഒരുപാട് കറുത്ത രൂപങ്ങളും അതോടൊപ്പം തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ വെട്ടവും ഇങ്ങനെ കടന്നു പോവുകയാണ്. സ്വപ്നമാണോ
മറ്റെന്തെങ്കിലും ആണോ എന്നോർത്ത് ഞാൻ പേടിച്ചു പോയി. കണ്ണു തുറന്നു നോക്കിയപ്പോൾ യാഥാർത്ഥ്യമാണ്. പതുക്കെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിലെ എല്ലാ പ്രേക്ഷിതന്മാരും കയ്യിൽ മെഴുകുതിരിയും കത്തിച്ച് പിടിച്ച് ഞാൻ കിടക്കുന്ന മുറിയുടെ സമീപത്തൂടെ ഇങ്ങനെ ചുറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം പുറകെ പോയൊരു ചേട്ടനെ തോണ്ടിയിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതെന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇത് ജെറീക്കോ പ്രാർത്ഥനയാണ്, സകല പൈശാചിക ശക്തികളും ഇറങ്ങിപ്പോകാനുള്ള പ്രാർത്ഥന. അവന്മാർ വിചാരിച്ചിട്ടുണ്ടാവും പുതിയ കൊച്ചച്ഛൻ ഏതാണ്ട് കൂടിയ ഇനം ആണ് എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് പറമ്പിൽ വേണേലും പോയി പ്രാർത്ഥിച്ചോ, ഇവിടെ മാത്രം നിന്ന് പ്രാർത്ഥിക്കരുത്. നിങ്ങൾക്കൊരു കാര്യം അറിയാവൂ, നമ്മൾ എത്രയേറെ ഉപേക്ഷിച്ചാലും, എത്രയേറെ തള്ളിപ്പറഞ്ഞാലും, എത്രയേറെ നമ്മുടെ പാപാവസ്ഥയിൽ ജീവിച്ചാലും ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ചേർന്ന് പറയാവോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാവോ പ്രിയപ്പെട്ടവർ? സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാവോ? വചനത്തിൽ വായിക്കുന്നുണ്ട്, ലൂക്കാസ് സുവിശേഷം 15 നിങ്ങൾ വായിക്കണം. 3 തവണ പറയുന്നൊരു കാര്യം, 3 ഉപമ പറഞ്ഞുകൊണ്ട് പറയുന്നൊരു കാര്യം. നഷ്ടപ്പെട്ടു പോയ നാണയം ആ സ്ത്രീ കണ്ടുപിടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെയാ വചനത്തിൽ വായിക്കുന്നത്. വചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാർ എന്നതിനേക്കാൾ അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. ചേർന്നെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ആടിനെ കുറിച്ചുള്ള ഉപമ അതിലില്ലേ? ലൂക്കാ 15 എടുത്തോ, നഷ്ടപ്പെട്ട ആടിനെ കുറിച്ചുള്ള ഉപമയുണ്ട്. നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ കിട്ടുമ്പോൾ, തോളിലേറ്റി നല്ല ഇടൻ തിരികെ വരുമ്പോൾ പറയുന്നുണ്ട്, നഷ്ടപ്പെട്ടതിനെ തിരികെ കിട്ടുന്നതിനെ കുറിച്ചോർത്ത് ഇടയൻ സന്തോഷിക്കുന്നു, ഫുൾ സ്റ്റോപ്പ്. പിന്നീട് പറയുന്നു, അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് ദൂതന്മാരുടെ ഇടയിൽ വലിയ സന്തോഷമുണ്ടാകും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 അതേ അധ്യായത്തിൽ തന്നെ ധൂർത്തപുത്രന്റെ ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെടുത്തിയവൻ തിരികെ വരുമ്പോൾ നഷ്ടപ്പെട്ടത് ഇരട്ടിയായി നൽകുന്ന ദൈവം സന്തോഷത്തോടു കൂടിയല്ലേ അത് നൽകാനിടയാകുന്നത്. നിങ്ങളൊരു കാര്യം ഓർക്കുക, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ മനസ്സിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ഭാരമുണ്ട്, വിശ്വാസമില്ല, ദൈവ വഴിയിലല്ല, പ്രാർത്ഥനയുടെ അനുഭവത്തിലല്ല, ഒരു വലിയൊരു മന്ദോഷണാവസ്ഥ ഭവനത്തിലുണ്ട്, ആത്മീയ കാര്യങ്ങൾ വിമുഖത മക്കൾക്കും ജീവിത പങ്കാളിക്കും ഒക്കെ ഉണ്ട്. എങ്ങനെയാണോ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തെ മറച്ചു പിടിച്ച് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നവനാണ് കർത്താവ്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു വചനമുണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ പരിചിതമായ വചനമാണ്. പരിചിതമല്ലെങ്കിൽ ഇന്ന് മനഃപ്പാഠമാക്കണം. ഏതാണ് ആ വചനം? ജെറമിയ 29:11. ആർക്കെങ്കിലും അറിയാവോ? നോക്കാതെ പറയാൻ പറ്റുമോ? ജെറമിയ 29:11. എനിക്ക് നിന്നെക്കുറിച്ച് വളരെ വ്യക്തമായൊരു പദ്ധതിയുണ്ട്. നാശത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനും ശുഭമായ ഭാവിയും പ്രത്യാശയും പകരുന്ന ഒരു പദ്ധതി. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ദൈവം ഒരു പദ്ധതി രൂപീകരിച്ചു. എന്താണെന്നറിയാവോ? ആ ധ്യാന കേന്ദ്രത്തിന് ഡയറക്ടറെ പിടിച്ച് സ്ഥലം മാറ്റി, പിന്നെ എന്നെ പിടിച്ചിട്ട് ആ ധ്യാന കേന്ദ്രത്തിന് ഡയറക്ടറാക്കി. വെച്ചു മാറ്റാൻ ആരും ഇല്ലാത്തത് കൊണ്ട് 26-ാമത്തെ വയസ്സിൽ ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായി. ഗതികേട് കൊണ്ട് ചിലർ നോക്കിയിരുന്ന് ചിരിക്കേണ്ട, ഇതും കൂടി കേട്ടിട്ട് ചിരിച്ചു. എൻ്റെ 1 മാസത്തെ ഗുണവധികാരം കൊണ്ട്, ധ്യാന ശുശ്രൂഷ കൊണ്ട് പിറ്റേ മാസം 150 പേര് വരുന്ന അവിടെ 15 പേരായിട്ട് ചുരുങ്ങി. ഇങ്ങനെ പോയ സ്ഥാപനം കുട്ടിച്ചോറാകുമെന്ന് മനസ്സിലാക്കിയ അധികാരികൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് 2003 ഒരു കരസ്മാറ്റിക് ധ്യാനത്തിന് പറഞ്ഞു വിട്ടു. വിപ്ലവകാരിയായതുകൊണ്ട് ഉടുപ്പൊക്കെ മടക്കി ബാഗിലാക്കി 3 ലോക പുസ്തകവുമായിട്ട് കോട്ടയം ജില്ലയിലെ ഒരു ചെറിയൊരു ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ധ്യാനിക്കാൻ പോയിരിക്കുക. 50 പേരെ അതിൽ പങ്കെടുക്കുന്നുള്ളൂ. ആദ്യത്തെ ടോക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. കഴിഞ്ഞ 10-12 വർഷം സെമിനാരി കേട്ട സംഭവങ്ങളാണ് ഈ ദുഷ്ടന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 ദിവസം പോക്ക അവിടെ ഇരുന്ന് പുസ്തകം വായിച്ച് തീർത്തു. പിന്നീട് സൂപ്പർവിഷൻ ആരംഭിച്ചു. ആളുകളൊക്കെ ഇങ്ങനെ നോക്കി. 2ാമത്തെ ദിവസം ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ബ്രദറാണ്. ആ ബ്രദറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് തിരിച്ചു പോകണം, ഈ നിൽക്കാൻ പറ്റുന്നില്ല, ഇത് ഞാനുമായിട്ട് ചേർന്ന് പോകുന്ന പരിപാടിയല്ല. ഇപ്പം തന്നെ ബ്രദർ മറുപടി പറഞ്ഞു, പ്രൗൺഷിലച്ചൻ ഫോൺ വിളിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു മുതലിവിടെ വന്നിട്ടുണ്ട്, 5 ദിവസം കഴിയാതെ തിരിച്ച് പാക്ക് ചെയ്യരുത്, അവിടെ തന്നെ പിടിച്ചിരുത്തണം. വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ കുത്തിയിരുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ട്. 4-ാമത്തെ ദിവസം എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ചേട്ടനും ചേച്ചി
ഈ ചേട്ടൻ സംസാരിച്ചിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാവോ? തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ച് ശബ്ദം നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. ഞാൻ ആ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ചേച്ചിയാണ് കാര്യവിവരങ്ങൾ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനീ ധ്യാനിക്കാൻ വന്നത്? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയ ആദ്യ കാര്യം, ഈ ക്യാൻസറുള്ള ഈ സഹോദരൻ, നമുക്കറിയാം ക്യാൻസറിന് 3 ചികിത്സാ രീതിയേ ഉള്ളൂ. ക്യാൻസറസ് ആയിട്ടുള്ള ഭാഗം ശസ്ത്രക്രിയ ചെയ്ത് നീക്കുക, കീമോതെറാപ്പി ചെയ്യുക, അല്ലെങ്കിൽ റേഡിയേഷൻ നടത്തുക. ഈ മനുഷ്യൻ ഇത് 3 സ്വീകരിക്കുന്നില്ല അത്രേ. ഞാൻ ചോദിച്ചു, ഇയാൾക്ക് ഇതെങ്ങനെ പറ്റുക? കാരണം ശരീരം കാർന്ന് തിന്നുന്ന രോഗമല്ലേ. അതാണ് ദൈവത്തിൻ്റെ ശക്തി. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ വേദന കൂടുമ്പോൾ ചില പെയിൻ കില്ലർ കഴിക്കും. ഞാൻ ചോദിച്ചു, ധ്യാനിക്കാൻ വന്നതോ? ഇത്രയും കാലം വഴി നടത്തിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയത്തിൽ അനുഗ്രഹിക്കാൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഞാൻ ചേച്ചിയോട് പറഞ്ഞു, എൻ്റെ പൊന്നി ചേച്ചി, മരുന്ന് വല്ലതും മേടിക്കാൻ പോകും, അല്ലെങ്കിൽ ചേട്ടൻ വീണ്ടും ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തരുത്. അവർ എന്നോട് പറഞ്ഞു, കർത്താവ് അനുഗ്രഹിക്കും. ഞാൻ അവരോട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, ഇത് കത്തോലിക്ക സഭയുടെ ഓർഗനൈസ്ഡ് തട്ടിപ്പാണ്. നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി വൈകാരികമായിട്ട് ഉണർത്തിയിട്ട് പറയും, നിങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ചിലർ കയ്യൊക്കെ ഉയർത്തും, നമ്മളതങ്ങനെ ഉറച്ചു വിശ്വസിക്കും. അവരെന്നെ രൂക്ഷമായിട്ട് നോക്കി. ഇത് അച്ഛൻ തന്നെയാണോ എന്നൊരു സംശയം. കാരണം വായിൽ നിന്ന് വരുന്നത് അങ്ങനത്തെ സംജ്ഞാനമാണല്ലോ. ഉടൻ തന്നെ ആ ചേച്ചി എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഈ വചനോത്സവ മാസികയിലൊക്കെ കാണുന്ന സൗഖ്യാനുഭവമോ? തിരിച്ച് ഞാൻ അവനോടൊരു ചോദ്യം ചോദിച്ചു, ഈ സുഖപ്പെട്ട ആരെങ്കിലും ചേച്ചി നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. മിണ്ടരുത്. പിന്നീട് അവർ മിണ്ടിയിട്ടില്ല. അതിലെൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരത്ഭുതം പ്രവർത്തിച്ചു. പിറ്റേ ദിവസം 5-ാം ദിവസം മർക്കോസിൻ്റെ സുവിശേഷം 10:46 മുതലുള്ള തിരുവചനം വായിച്ചു നോക്കുക. നമുക്കറിയാം, ആ ഭാഗം അറിയാം. അന്ധയാചകനായ ബർത്തമിയൂസ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. അവൻ അങ്ങനെ കരയുന്ന സമയത്ത് ഈശോ പോകുന്നുവെന്ന് കേട്ടപ്പോൾ അവൻ കരഞ്ഞു. അവനോട് മിണ്ടാതിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അവൻ വീണ്ടും ഉയർന്ന സ്വരത്തിൽ കരഞ്ഞു. അവൻ്റെ സ്വരം കേട്ട് അവനെ സമീപത്തേക്ക് വിളിച്ച് ഈശോ അവനെ സൗഖ്യപ്പെടുത്തി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ആരാധന നടത്തുന്ന അച്ഛനൊരു കാര്യം പറഞ്ഞു, ദേ ഈ മകനെ പോലെ, ബർത്തമിയൂസിനെ പോലെ വ്യവസ്ഥകളൊന്നും കൂടാതെ എളിമയോടെ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാവോ? അച്ഛനായ ഞാനൊഴിച്ച് 49 പേരും അലറി വിളിച്ച് ഈശോയെ 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 എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ കസേരയിൽ ഇരുന്നിട്ട് ഒരു തീരുമാനമെടുത്തു. ഇങ്ങനൊരു തീരുമാനം, തിരിച്ചു ചെല്ലുമ്പോൾ ഒരു ലേഖനം എഴുതും, വഴിതെറ്റുന്ന കത്തോലിക്ക പ്രാർത്ഥനകൾ. ഇതായിരുന്നു എൻ്റെ ചിന്ത. അവിടെ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഒരുപാട് മേന്മയും മെച്ചമൊക്കെ പറയാനുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു ശൂന്യത ഉണ്ടായിരുന്നു. ഞാനൊരു നിരീശ്വരവാദിയൊന്നുമല്ല കേട്ടോ. നിരീശ്വരവാദി എന്നല്ല, യുക്തി കൊണ്ട് ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തി പരാജയപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. ദൈവം ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പൗരോഹിത്യത്തെ അത്രമാത്രം സ്നേഹിച്ച് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി തന്നെ വന്ന ഒരു വ്യക്തിയാണ്. ദൈവവിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയല്ല, യുക്തി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി. പക്ഷേ അത് അപകടകരമാണ് എന്ന് തിരിച്ചറിയുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ കർത്താവിനോട് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് സ്തുതിക്കില്ല എന്ന്, എൻ്റെ ജീവൻ പോയാലും സ്തുതിക്കില്ല എന്ന് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വായ തുറന്നിട്ടില്ല, അവിടെ തന്നെ നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു ചിന്ത വന്നത്. 8 വർഷമായിട്ട് ക്യാൻസർ ബാധിച്ച ഒരുത്തൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇവൻ എഴുന്നേറ്റ ഞാൻ എന്തായാലും റെഡി. അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഞാനത് ചിന്തിച്ച് തീർന്നതും യെശയ്യാ 64:1 അച്ഛൻ വായിച്ച് പറഞ്ഞത്. അതെന്താണെന്നറിയാവോ? അതിങ്ങനെയാണ്, കർത്താവേ അങ്ങ് ആകാശം പിളർന്ന് ഭൂമിയിലേക്ക് അനുഗ്രഹം ഒഴുക്കണേ. അപ്പം ഞാൻ ചിന്തിച്ചു, ഇപ്പം ധ്യാന കേന്ദ്രത്തിൻ്റെ ആസ്പെറ്റോസ് ഷീറ്റ് പൊട്ടും, അനുഗ്രഹം വന്ന് ഈ ചേട്ടൻ്റെ തലയിൽ വീഴും, ചേട്ടൻ ചാടി എഴുന്നേറ്റ് കർത്താവിനെ സുഖപ്പെടുത്തി എന്ന് പറയും. ഇതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന സൗഖ്യം. ഞാൻ ഈ ചേട്ടനെ കുറേ നേരം നോക്കിയിരുന്നു, അനക്കമൊന്നും കാണുന്നില്ല. അവസാനം നോക്കിയിരുന്ന് സൈഡിലിരുന്നിരുന്നത് കൊണ്ട് കഴുത്ത് കഴിച്ചിട്ട് ഈ കസേരയുടെ കൈപ്പിടിയിൽ താടിക്ക് കയ്യും കൊടുത്ത് ഞാൻ എപ്പോഴാണ് ഇയാൾ എണീക്കണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. കുറേ നേരം എൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ചേച്ചി റൈറ്റിംഗ് പാഡിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം ചീന്തി എടുത്ത് ഒരു കുറിപ്പ് എഴുതി എനിക്ക് തന്നു.
നഷ്ടപ്പെട്ടു പോയ കുറിപ്പ് എൻ്റെ ഈ പുസ്തകത്തിൽ ഇരുന്നതാണ്. കുറിപ്പിൽ ദൈവവചനമൊന്നുമല്ല, അവിടെ എഴുതിയിരുന്നത് എങ്ങനെയാണ്: വായി നോക്കിയിരിക്കാതെ പ്രാർത്ഥിക്കേണ്ട പൊന്നച്ചോ എന്ന്. അവർക്ക് തോന്നിയിട്ടുണ്ട് ഈ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ച് വീഴുമെന്ന്. പിന്നെ ചേച്ചിനെ പേടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? സമാപന ആശീർവാദം കഴിഞ്ഞ് ഈശോയെ തിരികെ കൊണ്ടുപോയി വെച്ചു. ദൈവാനുഭവം പങ്കുവെക്കാൻ പറഞ്ഞപ്പോൾ 10 പേര് എഴുന്നേറ്റ് വന്നു. 10ാമനായി ഈ മനുഷ്യൻ എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ചേച്ചിയെ തോണ്ടിയിട്ട് ചോദിച്ചു, ഈ ചങ്ങാതി ഇത് എവിടെ പോവുക? എനിക്കറിഞ്ഞുകൂടാ. 9 പേര് തങ്ങളുടെ ദൈവാനുഭവം പങ്കുവെച്ചിട്ട് ഈ പള്ളിയുടെ പകുതി വരെയുള്ള ആള് കഴിഞ്ഞ നിമിഷം വരെ ഇത്ര അടുത്ത് എന്ന് പറഞ്ഞാൽ പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ശബ്ദം അടഞ്ഞുപോയ മനുഷ്യനാണെന്ന് ഓർക്കണം കേട്ടോ. അയാൾ ആദ്യം ചെയ്ത പ്രവൃത്തി അൾത്താരയിലേക്ക് കയറി മൈക്ക് ഓഫ്, എന്നിട്ട് സ്വരമുയർത്തി കരമുയർത്തി പിടിച്ചിട്ട് ആ മനുഷ്യൻ ഘനഗാംഭീര്യമുള്ള പൗരുഷ ശബ്ദത്തിൽ പറഞ്ഞു, ദൈവമേ അങ്ങേക്ക് മഹത്വം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും നേരം ശബ്ദമില്ലാത്ത മനുഷ്യൻ രണ്ടാമതൊരു കാര്യം പറഞ്ഞു. റോമ 10:13 ഈശോയുടെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാനും കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷെ ആദ്യം ശബ്ദമില്ലായിരുന്നു, പിന്നീട് എൻ്റെ തൊണ്ടയിലേക്ക് ദൈവം ശബ്ദം തിരികെ നൽകി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ മനുഷ്യൻ സുഖപ്പെട്ടു എന്ന് ഓങ്കോളജിസ്റ്റ് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കേഷൻ കണ്ടു. ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ അത്ഭുതം. യുക്തി കൊണ്ട് ദൈവത്തെ കാണാൻ ഇറങ്ങി പുറപ്പെട്ട ഈ വൈദികൻ ഹൃദയം കൊണ്ട് ദൈവത്തെ കാണാൻ തുടങ്ങി. വിശ്വാസത്തിൻ്റെ തലത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഇന്ന് എൻ്റെ സുഹൃത്തുക്കളായ അച്ഛന്മാർ എന്നെക്കുറിച്ച് പറയണ കമൻ്റ് എന്താണെന്നറിയാവോ? നമ്മുടെ ജോസല്ലേ അവന് പ്രാന്താണ് എന്നെക്കുറിച്ച് പറയണതാണ് കേട്ടോ. കാരണം എന്താണെന്നറിയാവോ? മൈക്ക് കിട്ടിയ കൊരവെള്ളി പൊട്ടുന്നത് പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പ്രഭാഷകൻ 51:22 കർത്താവ് എനിക്കൊരു നാവ് നൽകിയിട്ടുണ്ട്, അതുപയോഗിച്ച് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുൻവിധികളെ മാറ്റിവെച്ച് തമ്പുരാൻ്റെ മുമ്പിലിരിക്കുക. ഞാനൊരു പള്ളിയിൽ ഈ സംഭവം പ്രസംഗിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഡോക്ടർ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛനെതിരെ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണോ കേസ് കൊടുക്കാൻ കാര്യം? മരുന്നിൻ്റെ സഹായമില്ലാതെ ക്യാൻസർ മാറുമെന്ന് പൊതുവായൊരിടത്ത് നിന്ന് പ്രസംഗിക്കുന്നത് തെറ്റാണ്. ആളുകളെ അത് വഴിതെറ്റിക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയത് ഞാൻ എങ്ങനെയാണ് പ്രഘോഷിക്കാതിരിക്കുക? ഞാൻ പറഞ്ഞു, ഡോക്ടറെ കേസ് കൊടുത്തോ, കുഴപ്പമില്ല, ഞാൻ ഏത് രീതിയിൽ അത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തായ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസിച്ച ഞാനൊരു വീഡിയോ അയക്കുന്നുണ്ട്, കാണുക. ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. നിങ്ങളതൊന്ന് എടുത്തു നോക്കുക. ഇപ്പം എടുക്കരുത് കേട്ടോ. ഇപ്പം എടുക്കാൻ പറഞ്ഞ ഉടനെ മൊബൈൽ എടുത്ത് കളയും. അതുകൊണ്ടാണ് വീട്ടിൽ ചെന്നിട്ട് എടുത്ത് നോക്കിയാൽ മതി. 2 പേരുകൾ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യുക യൂട്യൂബിൽ. ഒന്ന് ഡോക്ടർ സുബിൻ പോൾ, ഒരു കോമ ഇട്ടിട്ട് അൺഷെയ്ക്കൻ എന്ന് അങ്ങോട്ട് അടിച്ചു നോക്കുക. അപ്പോൾ അതിനകത്ത് ഒരുപാട് എപ്പിസോഡ്സ് ഇങ്ങനെ തുറന്നു വരും. ഷാലോം വേൾഡിൻ്റെ ഇംഗ്ലീഷ് ചാനലാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സർജനായ ഡോക്ടർ സുബിൻ പോളിൻ്റെ ജീവിതാനുഭവ സാക്ഷ്യം. ആരൊക്കെയോ പറഞ്ഞിട്ട് പോട്ട ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോയി. കുമ്പസാരം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം അദ്ദേഹം ഒരു കാര്യം കണ്ടു. തൻ്റെ കൂടെ ധ്യാനിക്കുന്ന ഒരു സഹോദരൻ ആദ്യ ദിവസം മുതൽ ഇങ്ങനെ നിർത്താതെ ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്കാൻ റിപ്പോർട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, അദ്ദേഹത്തിൻ്റെ ലങ്സ് അവയവം ദ്രവിച്ചു പോയിരിക്കുകയാണ്. അതില്ല. അയാൾ അത്ഭുതപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ കുമ്പസാരം കഴിഞ്ഞ് സൗഖ്യപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ചുമച്ചിട്ടില്ല. ഡോക്ടറിന് അത്ഭുതമായി. ഇയാളോട് ചോദിച്ചു, എന്താ സംഭവിച്ചത്? അറിഞ്ഞുകൂടെ, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ധ്യാനം കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ ഒറ്റയ്ക്കല്ല പോയത്, ഈ രോഗിയെയും കൊണ്ടുപോയി അയാളുടെ ആശുപത്രിയിൽ സ്കാനിങ് നടത്തി. ആദ്യത്തെ സ്കാൻ റിപ്പോർട്ടും 2ാമത്തെ സ്കാൻ റിപ്പോർട്ടും എടുത്തു പിടിച്ചപ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി. എന്താണെന്നറിയാവോ? ദ്രവിച്ചിരിക്കുന്ന സ്കാൻ റിപ്പോർട്ടാണ് ആദ്യത്തേതിലെങ്കിൽ 2ാമത്തേതിൽ പുതിയൊരു അവയവം അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സർജൻ്റെ സാക്ഷ്യമാണ് കേട്ടോ. ആ ടോക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഐ ക്യാൻ സീ ആൻ ഇൻവിസിബിൾ ഹാൻഡ് ഇൻ എവറി ഹീലിംഗ്. എല്ലാ സൗഖ്യത്തിൻ്റെയും പുറകിൽ ഒരു അദൃശ്യമായ കരം എനിക്ക് കാണാൻ പറ്റും. ആ കരം, ദാറ്റ് ഈസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കരമാണ്. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ദൈവം നമ്മളോട് സംസാരിക്കും. ഹൃദയപൂർവ്വമായിരിക്കാനായിട്ട് പരിശ്രമിക്കുക. ഈ 3 ദിവസങ്ങളിൽ
കർത്താവിൻ്റെ പക്കൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാനവും അതൊരു അനുഷ്ഠാനം മാത്രമല്ല, അത് അഭിഷേകത്തിലേക്കും അനുഗ്രഹത്തിലേക്കും നമ്മളെ നയിക്കും. കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? റോമാലേഖനം 5:8 എഴുതിയിട്ടുണ്ട്, ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലും മരിച്ചു എന്ന് വന്നേക്കാം, എന്നാൽ നമ്മൾ പാപികളാകെ നമുക്ക് വേണ്ടി അവിടെ നിന്ന് മരിച്ചു. അങ്ങനെ നമ്മളോടുള്ള സ്നേഹം അവിടെ നിന്ന് പ്രകടമാക്കി. അതിൻ്റെ അനുസ്മരണമാണ് നമ്മൾ നടത്തുക. നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹം ഇറങ്ങി വന്ന് ബലിയായി തീർന്ന ഒരനുഭവം. അതൊരു ഓർമ്മയായിട്ടോ ആശയമായിട്ടോ അല്ല, അനുഭവമായിട്ട് തീരണം. കർത്താവ് കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. ഒരു തിരിച്ചറിവിൻ്റെ കൃപ നമുക്ക് കിട്ടണം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.